Some say our best days pass us by, and most long for a place that they never find. I'm afraid I wake up when I die, and it is too late to climb any mountain. Time is of the essence, the blood running through our core. It's best to not feel sorry when it's over. I will be the greatest that you've ever seen before. When I say eternal. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ടാലന്റഡും ഞങ്ങൾ ആരാധനയോടെ നോക്കുന്ന ഒരു സ്പെഷ്യൽ കലാകാരനാണ്. റിയൽ ബൈക്സിനെ വെല്ലുന്ന മിനിയേച്ചർ ബൈക്സ് ആണ് ഷാരോൺ ചേട്ടൻ ഉണ്ടാക്കുന്നത്. വെറും പേപ്പറും തെർമോക്കോളും മെറ്റൽ വയറും ഉപയോഗിച്ചാൽ പെർഫെക്റ്റ് മിനിയേച്ചർ ബൈക്ക് ഉണ്ടാക്കുന്ന വൈക്കിങ്ങളുടെ സ്വന്തം ഷാരോൺ ചേട്ടൻ. ഷാരോൺ ചേട്ടാ, വെൽക്കം ടു യുവർ ഷോ. ഷാരോൺ ചേട്ടൻ മിനിയേച്ചർ ബൈക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാനിപ്പോൾ ഇത് 10 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാൻ +1+2 ടൈമിലാണ് ഇതിൻ്റെ ഫസ്റ്റ് മോഡൽ ചെയ്ത് നോക്കുന്നത്. അപ്പം അങ്ങനെ ആ ടൈമിൽ തന്നെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് നല്ലതെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള മോഡൽസും പിന്നെ അങ്ങനെ ചെയ്ത് നോക്കിയത്. ഫസ്റ്റ് ഞാൻ ചെയ്തത് ഒരു ചോപ്പർ എന്ന് പറഞ്ഞ മോഡലാണ്. പിന്നെ അത് കഴിഞ്ഞാണ് ബുള്ളറ്റ്, പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള മോഡൽസ് ഒക്കെ ചെയ്തു. ഇതുപോലെ ബൈക്കുകളൊക്കെ ഉണ്ടാക്കാനുള്ള ഐഡിയ ഷാരോൺ ചേട്ടൻ എങ്ങനെ കിട്ടിയത്? പ്രത്യേകിച്ച് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായോ? ഇതെന്ന് വെച്ചാൽ സംഭവം എനിക്ക് ബൈക്ക് എന്ന് പറഞ്ഞാൽ അത്ര ക്രൈസാണ്. അപ്പോൾ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടമുള്ള ബൈക്ക്, എനിക്കിഷ്ടമുള്ള ബൈക്കൊക്കെയാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത മോഡൽ. ഹാർലി ഡേവിഡ്സൺ, അതുപോലെ ഡുക്കാറ്റി, ഇതൊക്കെയാണ് ബുള്ളറ്റ്, അങ്ങനെയുള്ള മോഡൽസൊക്കെ ഞാൻ ഫസ്റ്റ് ചെയ്ത് നോക്കിയത്. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും അപ്പോൾ അതിലിപ്പോൾ നമുക്ക് കമൻറ്റ് ചെയ്യണനുസരിച്ച് സബ്സ്ക്രൈബേഴ്സിൻ്റെ ആയാലും അവരുടെ കമൻറ്റ് അനുസരിച്ചാണ് പിന്നെ ഇപ്പോൾ ഉള്ള ബാക്കി മോഡൽസൊക്കെ ചെയ്ത് തന്നെ. അവർ നമ്മളോട് പറയും ഇന്ന മോഡൽസൊക്കെ ചെയ്യും. അപ്പോൾ അതുപോലെയൊക്കെ നമ്മൾ ഐഡിയാസ് നോക്കിയിട്ട് ഇപ്പം അവർ പറഞ്ഞനുസരിച്ച് നമ്മൾ മോഡലും കാര്യങ്ങളും ചെയ്യണം. ചേട്ടന് ചെറിയ ബൈക്ക് ഉണ്ടാക്കാൻ റെഫറൻസ് ആയിട്ട് എങ്ങനെ ബൈക്കിന്റെ പിക്ചേഴ്സ് ആണോ ഒറിജിനൽ ബൈക്കാണോ? അത് ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ അതിനെ ഡ്രോയിങ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ട മോഡലാണെന്ന് വെച്ചാൽ ഞാൻ അതിനെ ഡ്രോയിങ് ചെയ്യും. അത് നമുക്ക് അത്ര ക്ലാരിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ അത്ര പെർഫെക്ഷൻ ആയിട്ട് നമ്മൾ ഡ്രോയിങ് ചെയ്യേണ്ടി വരും. അതേപോലെ പാർട്സ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് മോഡൽ ചെയ്ത് വെച്ചാൽ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രിൻ്റ് ഔട്ട് ചെയ്യാൻ തുടങ്ങി. നേരെ നമ്മൾ എടുത്ത് നമ്മൾ ഏത് വണ്ടിയാണ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെയ്ത് കുറച്ച് മോഡൽ ചെയ്തു. ഞാൻ അതും ചെയ്തിട്ടും കാര്യമില്ല. കാരണം നമ്മൾ ഏത് ബൈക്കാണ് ചെയ്യണമെന്ന് വെച്ചാൽ ആ ബൈക്ക് നേരിട്ട് പോയി കാണാം. കണ്ടിട്ട് നമുക്ക് പ്രിൻ്റ് ഔട്ട് എന്തായാലും വേണം. അതുകൂടാതെ നമ്മൾ ഏത് ബൈക്കായാലും നമ്മൾ നേരിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചൊരു ക്ലാരിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും, ഏത് മോഡലായാലും. അപ്പോൾ അതിൽ പിന്നെ ഞാന്ന് വെച്ചാൽ ഏത് മോഡലായാലും ഇപ്പോൾ ചെയ്ത് തന്നെയാണെങ്കിൽ നമ്മൾ അത് പിക്ചർ കൊടുക്കും. അതിൽ കൂടെ തന്നെ വണ്ടി കാണും. കണ്ടിട്ട് നമുക്ക് വേണ്ട പാർട്സൊക്കെ എല്ലാം ഫോട്ടോസ് എടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യാം. 10 വർഷമല്ലേ ബൈക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? അപ്പോൾ ഏകദേശം എത്ര ബൈക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും? ഞാനിപ്പോൾ 16 മോഡൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ ഇപ്പോൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എണ്ണം നോക്കിയിട്ടില്ല. കൂടുതൽ മോഡൽസ് ചെയ്തിട്ടുണ്ട്. സെയിം മോഡലായതുകൊണ്ട് നമ്മൾ അത് എണ്ണിയിട്ടില്ല. ബൈക്ക് ഉണ്ടാക്കാൻ ചേട്ടൻ ഏകദേശം എത്ര സമയം വേണ്ടി വരും? ഇങ്ങനത്തെ ഒരു മോഡൽ ചെയ്യാനാണെങ്കിൽ 2 ആഴ്ച പിടിക്കും. കാരണം വെച്ചാൽ നമ്മൾ ഒരു മോഡൽ ചെയ്ത മോഡലാണെങ്കിൽ 2 ആഴ്ച സമയം പിടിക്കും. അല്ലാതെ പുതിയ മോഡൽ നമ്മൾ ചെയ്യാനാണെങ്കിൽ മോഡൽസ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പ്ലാനിങ് കാര്യങ്ങൾ ചെയ്യണമല്ലോ. അപ്പോൾ അതും പിന്നെ നമ്മൾ ഒരു പുതിയ മോഡലാകുമ്പോൾ നമ്മൾ അത് എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല, എങ്ങനെ ആകുമെന്ന് നമ്മുടെ പാർട്സ് കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത്. അപ്പോൾ അതനുസരിച്ച് ടൈം ചിലപ്പോൾ 1 മാസം പിടിക്കും. നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ലീവ് കാര്യങ്ങൾ നോക്കിയിട്ട് ഹോളിഡേയ്സ് കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെ പഠിക്കാൻ പോകണമെങ്കിൽ അല്ലെങ്കിൽ ജോലിക്ക് പോകണമെങ്കിൽ അതെല്ലാം നോക്കിയിട്ടൊക്കെ നമ്മുടെ വർക്കിംഗ് ടൈം നോക്കണം. വെറുതെ ഇരിക്കുമ്പോൾ നമുക്കിപ്പോൾ 2 ആഴ്ച കൊണ്ട് തീർക്കാൻ പറ്റും. ഇതിപ്പോൾ ഏതൊരു മോഡൽ ഉണ്ടാക്കിയാലും നമുക്ക് വേണ്ട അതിൻ്റെ ചെയ്സാണ് വേണ്ടത്. അപ്പോൾ ചെയ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് ബാക്കിയുള്ള ടാങ്ക് ആയാലും സീറ്റായാലും ഇതൊക്കെ എല്ലാം ആഡ് ചെയ്യാൻ പറ്റും. അത് നമ്മളിപ്പോൾ ഒരു മോഡൽ എടുത്താൽ ഇപ്പോൾ ഹിമാലയ എടുത്താൽ തന്നെ നമ്മൾ അതിൻ്റെ ചേസ് കട്ടിങ്ങിൽ എന്ന് പറയുമ്പോൾ ടാങ്ക്, സസ്പെൻഷൻ വരും. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ടയറും കാര്യങ്ങളൊക്കെ എല്ലാം ആഡ് ചെയ്യേണ്ടി വരും എഞ്ചിൻ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ചെയ്സ് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിലാണ് മെയിൻ കാര്യം. അപ്പോൾ ആ ചെയ്സ് സെറ്റ് ആയില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ സൈസ് കൂടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്ക് എന്നാൽ തന്നെ ആദ്യം മാറും. ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആ ചെയ്സ് കട്ടിങ് നോക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ടാങ്ക് ആയാലും ബാക്കിയുള്ളതൊക്കെ പിന്നെ ആഡ് ചെയ്ത് തന്നെയാണ് വരും. ബൈക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേട്ടൻ്റെ ഫാമിലിയൊക്കെ ഭയങ്കര സപ്പോർട്ടാണല്ലോ, നല്ലോണം സപ്പോർട്ട് ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഫാമിലി ആണെങ്കിലും ഇപ്പോൾ കസിൻസ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ എൻ്റെ സിസ്റ്ററാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ചെയ്യാനാണെങ്കിൽ തന്നെ അവൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മോഡൽ ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സ്
നമ്മളറിയാത്ത കുറേ ഫ്രണ്ട്സും ഉണ്ട് ഇതുപോലെ തന്നെ. അപ്പം അങ്ങനെ കുറേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ചേട്ടൻ ഈ ബൈക്കുകളൊക്കെ സെയിൽ ചെയ്യുന്നില്ലേ? അതിനകത്ത് ഏത് ബൈക്ക് മോഡലിലാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്? ഡിമാൻഡ് എല്ലാത്തിനും ആൾക്കാരുണ്ട്. പക്ഷെ ഞാനിപ്പോൾ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഹിമാലയോ അതുപോലെ RX100 കൊടുക്കണം. കാരണം വെച്ചാൽ നമുക്ക് ഇതിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ചെയ്ത് കൊടുക്കാൻ പെട്ടെന്ന് 2 ആഴ്ച പിടിക്കും. ആ ടൈമിൽ നമുക്ക് അധികം പാടില്ലാണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മോഡലാണ് ഈ 2 മോഡലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ 2 മോഡലാണ് സെയിൽ ചെയ്യണം. വേറെ മോഡൽസിനൊക്കെ ആൾക്കാരുണ്ട്, നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ഏറ്റവും ഹാർഡ് ആയിട്ടുള്ളത് എന്താണെന്ന് പറയാമോ? ഇപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ പറയും ബുള്ളറ്റ് അത് ചെയ്യാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ നമുക്ക് അതിലും അത്രയും വലിയ പാടുമല്ല ബാക്കിയുള്ള മോഡൽ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് മോഡൽ ഇപ്പോൾ ആൾക്കാർ പറയുമ്പോൾ RX100 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡൽ ചെയ്യണം എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഞാനിപ്പോൾ അവരോട് പറയാം ബുള്ളറ്റ് നിങ്ങൾ ചെയ്ത് നോക്ക്. ആ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയെങ്കിൽ ഇതിൽ കയറി പിടിച്ചാൽ മതി. കാരണം വെച്ചാൽ നമ്മളിതിപ്പോൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വിട്ടേച്ചും പോകും. പിന്നെ അത് നോക്കൂല, അല്ലെങ്കിൽ ബൈക്ക് കഴിഞ്ഞാൽ നോക്കൂല. അതാണ് മിക്കവർക്കും പറ്റുന്ന പണി. അപ്പോൾ ഞാൻ പറയുമ്പോൾ ബുള്ളറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് അത് നിങ്ങൾ ചെയ്തിട്ട് സക്സസ് ആയി കഴിഞ്ഞാൽ വേറെ മോഡൽസൊക്കെ നോക്കാം. അതൊക്കെ നല്ലത്. പിന്നെ ഇതിൽ പാടായിട്ട് ഇരിക്കുന്നത് ഇപ്പോൾ H2R മോഡൽ നല്ല പാടായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ മോഡലിൻ്റെ വന്നത് ഇതിൻ്റെ കിറ്റ് വന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ടാങ്കായിട്ട് ഇതിൻ്റെ ടാങ്കുമ്പോൾ നിന്നാണ് കിറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അടിയിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യണം കിറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ RC എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിന്നാണ് അതിൻ്റെ കിറ്റ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ. അപ്പം നമുക്ക് എവിടെയാണെങ്കിലും അതിൻ്റെ കിറ്റ് നമുക്ക് പിടിപ്പിച്ചേക്കാൻ പറ്റും, കുഴപ്പമില്ല. ഇതിൻ്റെ കിറ്റ് എന്ന് വെച്ചാൽ ഒറ്റ ഇതിലാണ് നിൽക്കണം. നേരെ വന്നില്ലെങ്കിൽ അങ്ങനെ അലമ്പായി കഴിഞ്ഞാൽ ആദ്യം മൊത്തം കൂടാതെ സംഭവം. ഇങ്ങനെയുള്ള മോഡലാണ് എനിക്ക് ഇതിനാണ് പണി കിട്ടിയത്. പിന്നെ ഇതിൻ്റെ ഈ ടയർ തന്നെയാണെങ്കിൽ 1 സൈഡ് പിടുത്തുള്ളൂ, ഒരു സൈഡ് പിടുത്തൂല, ഓപ്പൺ ആയിട്ടിരിക്കണേ. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് H2R തന്നെയാണ് പാടായിട്ട് തോന്നി. ഇതൊക്കെ എങ്ങനെ സെയിൽ ചെയ്യണേ? ഈ ആവശ്യക്കാരൊക്കെ വെച്ചാണ് ചെയ്തു. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് കൊടുത്തു തന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണ കുറേ ആർട്ട് പേജൊക്കെ ഉണ്ട്. അപ്പോൾ അവരങ്ങനെ നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അതല്ലാണ്ട് നമ്മളുടെ ഇത് അറിഞ്ഞുകൊണ്ട് പല ടീംസ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ സ്റ്റീലും കാര്യങ്ങളൊക്കെ ചെയ്യണം. യൂട്യൂബ് ചാനലില്ലേ, അതിൻ്റെ പേരും ഒന്ന് പറയാമോ? ഞാൻ തുടങ്ങിയ ചാനൽ ബൈക്ക് സബ് എന്ന് പറഞ്ഞ ചാനൽ, ബൈക്ക് മാത്രമേ ഉള്ളതിൽ. അപ്പോൾ അതിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് വണ്ടി ഉണ്ടാക്കണത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസാണ് ചെയ്യണം. പിന്നെ അതിൽ ഞാൻ ഇതുപോലെ സെയിൽസും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. കാരണം ആ ഒരു ചാനലെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മോഡൽ എങ്ങനെ ചെയ്യാന്നുള്ളത് അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ചാനൽ തുടങ്ങണം. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ സെയിൽസും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ആ സെയിൽ ചെയ്യണത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. അതിലാണ് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ സെയിലും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയത്. ഇത് നമ്മളിപ്പോൾ ആരായാലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റോടെ ഇറങ്ങിത്തിരിക്കാം. ഇപ്പോൾ ഏത് മോഡലാണ് ചെയ്യണമെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക. ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു 10 വർഷമായാലും ഇതിൽ കുറേ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തത് ബുള്ളറ്റ് മോഡലാണ് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്നാണ് പല പാർട്സിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് തുടങ്ങിയത് വന്നത്. എന്തൊക്കെ പാർട്സൊക്കെ മാറ്റാൻ പറ്റുന്നത് അങ്ങനെ വന്നതാണ് ഞാൻ. അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യണമെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ട്രിക്സായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രിൻ്റ് എടുത്തിട്ടുള്ള ആ ചേസിൻ്റെ ഇതില്ലേ കട്ടിങ് തന്നെ അതാണ് മെയിനായിട്ട് നോക്കേണ്ട കാര്യം. പിന്നെ അതിൽ തന്നെ ആ ഒരു ഇത് ചെയ്താൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പാർട്സൊക്കെ ആയിരുന്നു മര്യാദ ചെയ്തു തരാൻ പറ്റും. പിന്നെ ട്രിക്സ് ഒന്നും അങ്ങനെയൊന്നുമില്ല. നമ്മളിതിപ്പോൾ എന്താ പറയുക താല്പര്യമുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏത് മോഡലാണ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊന്ന് ഒരു മൂഡ് കാര്യങ്ങളൊക്കെ വേണം. ഇത്രയും ടൈം നമ്മൾ ഇരിക്കണം അവിടെ. അപ്പോൾ അത്രയും സമയത്ത് നമ്മൾ ഇരുന്ന് ചെയ്യുമ്പോൾ ഒരു ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന മോഡലാണ് എല്ലാം. നമ്മുടെ പാഷനും ഹോബിയും ഒക്കെ ഒരു വരുമാന മാർഗമായാൽ അടിപൊളിയല്ലേ? ചേട്ടൻ്റെ വിലയേറിയ സമയം ഞങ്ങൾക്ക് നൽകിയതിന് താങ്ക്സ്. ചേട്ടൻ്റെ ഫ്യൂച്ചർ എൻഡേഴ്സിന് ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്.